പാകിസ്ഥാന്റെ ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ നിലപാട് ലോകരാഷ്ട്രങ്ങളെ അറിയിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളിലും ബി.ജെ.പിയുടെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയ കളിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ രാഷ്ട്രങ്ങളിലേക്ക് നയതന്ത്ര സംഘത്തെ അയക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇരു പാർട്ടികളുടെയും ഏറ്റുമുട്ടൽ രാജ്യത്തിന് തന്നെ നാണക്കേടായി. കേന്ദ്ര ഭരണകക്ഷിയുടെ ഹീനമായ രാഷ്ട്രീയ നീക്കം മനസ്സിലാക്കി അതനുസരിച്ച് ഇടപെടാനാകാതെ വെട്ടിലായതാകട്ടെ കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് ശശി തരൂർ കേന്ദ്ര സർക്കാർ തീരുമാനം അംഗീകരിച്ചത് കോൺഗ്രസിലെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ്. വിദേശ രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രതിനിധി സംഘത്തിലേക്ക് കോൺഗ്രസ് നിർദ്ദേശിക്കാത്ത ശശി തരൂരിനെ ഉൾപ്പെടുത്തിയെന്ന് മാത്രമല്ല, ഒരു സംഘത്തിന്റെ തലവനുമാക്കി മോദി കയറി കളിച്ചു. കോൺഗ്രസ് നേതൃത്വം നൽകിയ ലിസ്റ്റിലാണ് ആനന്ദ് ശർമ്മ, ഗൗരവ് ഗഗോയി, സയ്യിദ് നാസിർ ഹുസൈൻ, അമരീന്ദർ സിംഗ് എന്നിവരുണ്ടായത്. അതിൽ നിന്ന് ആനന്ദ് ശർമ്മയെ മാത്രം ഉൾപ്പെടുത്തിയപ്പോൾ തരൂരിനെ പോലെ കോൺഗ്രസ് ലിസ്റ്റിൽപ്പെടാത്ത മനീഷ് തിവാരി, സൽമാൻ ഖുർഷിദ്, അമർ സിംഗ് എന്നിവരെയും സർക്കാർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ഇതിൽ സൽമാൻ ഖുർഷിദ് മാത്രമാണ് പാർട്ടി തീരുമാനമനുസരിച്ച് സംഘത്തിലുണ്ടാകൂ എന്നറിയിച്ചത്. കോൺഗ്രസ് വിമതപക്ഷത്ത് നിൽക്കുന്ന മറ്റു രണ്ടുപേരും യാത്രാ സംഘത്തിലുണ്ടാകുമെന്നാണ് ഇതുവരെയുള്ള സൂചന. തരൂരാകട്ടെ ഒരു പടി കൂടി കടന്ന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതിഷേധത്തിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ മുന്നോട്ടു പോവുകയുമാണ്. കേന്ദ്ര സർക്കാർ ക്ഷണം ഒരു ബഹുമതിയെന്നാണ് തരൂർ പറഞ്ഞത്. എന്നാൽ ജയറാം രമേശ് രൂക്ഷമായ ഭാഷയിലാണ് തരൂരിനെയും ബി.ജെ.പിയെയും വിമർശിച്ചത്. കോൺഗ്രസുകാരനാകുന്നതും കോൺഗ്രസിലാകുന്നതും രണ്ടാണെന്ന് ജയറാം രമേശിന്റെ പരിഹാസവും അതിന് തരൂർ നൽകിയ മറുപടിയുമെല്ലാം കോൺഗ്രസിന്റെ ദയനീയ മുഖമാണ് കാട്ടിത്തരുന്നത്. രാഷ്ട്രം ഒരു നിർണായക പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതും തങ്ങളുടെ ഹീനമായ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ആയുധമാക്കുന്നത് ജനങ്ങളോട് കാട്ടുന്ന വഞ്ചനയാണ്. പാർലമെന്റിന്റെ ഇരുസഭകളും വിളിച്ചുകൂട്ടി പഹൽഗാം വിഷയം ചർച്ച ചെയ്യണമെന്നാണ് CPM ഉൾപ്പെടെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. അതിനും കേന്ദ്രം തയ്യാറായില്ല. എങ്കിലും രാജ്യത്തിന്റെ വിശാല താല്പര്യം കണക്കിലെടുത്ത് CPM പ്രതിനിധിയായി ജോൺ ബ്രിട്ടാസ് സംഘത്തോടൊപ്പം ഉണ്ടാകും. ഇത്തരമൊരു നിലപാടാണ് ജനം ആഗ്രഹിക്കുന്നത്. അതിനു പകരം ഭരണകക്ഷിയും പ്രധാന പ്രതിപക്ഷവും ചക്കളത്തി പോരാണ്. കിട്ടിയ അവസരം വെച്ച് കോൺഗ്രസിനെ ദുർബലമാക്കാനുള്ള കെണി. ആ കെണിയിൽ കോൺഗ്രസ് വീണപ്പോൾ തരൂരാകട്ടെ ബി.ജെ.പിക്ക് ഇന്ധനം പകരാനുള്ള ഒരവസരവും പാഴാക്കുന്നുമില്ല. ആടി ഉലയുന്ന കോൺഗ്രസ് നേതൃത്വമാകട്ടെ ഇരുട്ടിൽ തപ്പുകയാണ്. കോൺഗ്രസിന് ഇത് കാലം കരുതി വെച്ച കണക്കാണോ? പണ്ട് ഇന്ത്യ-ചൈന യുദ്ധകാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെ ചൈനീസ് ചാരന്മാർ എന്ന് വ്യാജ മുദ്രകുത്തി ജയിലിലടച്ചതുൾപ്പെടെ ഭരണകക്ഷി എന്ന നിലയിൽ ഓരോ ഘട്ടത്തിലും ഇത്തരം രാഷ്ട്രീയ കളിയിലായിരുന്നു കോൺഗ്രസും അഭിരമിച്ചിരുന്നത്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഒരറ്റത്ത് തരൂരും മറ്റേ അറ്റത്ത് കെ സുധാകരനും നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നു. ഇവർക്കെതിരെ ചെറുവിരൽ പോലും അനക്കാനാകാതെ നേതൃത്വം ഉഴലുകയാണ്. കേന്ദ്ര നേതൃത്വത്തിൽ പോലും തമ്മിലടി ഒഴിവാക്കാൻ കഴിയാത്ത രാഷ്ട്ര സുരക്ഷയെ സംബന്ധിച്ച വിഷയത്തിൽ പോലും ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പരസ്പരം പണി കൊടുക്കുന്ന ഈ കോൺഗ്രസിനെയാണ് ഒറ്റക്കെട്ടായ കോൺഗ്രസ് എന്ന് പറയുന്നത്.